ഹലോ, ഞാൻ പ്രീത ചേച്ചി. ഇന്ന് ഞാൻ വന്നിരിക്കും ഒരു സിമ്പിളായിട്ട് ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കരിക്ക് എടുക്കണു. ആ കരിക്ക് പൊട്ടിപ്പൊളിച്ച് അതിനകത്തെ വെള്ളവും മാറ്റിയെടുക്കുന്നു. എന്നിട്ട് അതിനകത്തെ കരിക്ക് കുറച്ചെടുത്ത് നമ്മൾ ചോപ്പ് ചെയ്യുന്നു. ബാക്കിയെടുത്ത് മിക്സിയിലിട്ട് ജാറിലിട്ട് ഒരു ഏലക്കായും ചേർത്ത് അരച്ച് വെക്കുക. എന്നിട്ട് ആ അരച്ചത് അതിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്കും ചേർക്കണം കൂട്ട് അരയ്ക്കുമ്പോൾ അതെല്ലാം കൂടി നമ്മൾ കേക്കിൻ്റെ ലെയറിൽ പിന്നെ കരിക്കും വെള്ളത്തിലാണ് നമ്മൾ സോക്ക് ചെയ്യുന്നത്. എന്നിട്ട് അകത്ത് വെച്ചു, എല്ലാം വെച്ചു. അതിനിടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നു പോയത് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടായിട്ട് ലെയർ ചെയ്യുന്നുള്ളൂ. നമ്മുടെ കരിക്ക് ചോപ്പ് ചെയ്ത് അവിടെ ഇരിക്കുക. ഇനി എന്ത് ചെയ്യും? ഫസ്റ്റ് പറ്റി ആകെ ടെൻഷനായി. പിന്നെ എന്ത് ചെയ്തു? ഞാനത് ഒരു തരത്തിൽ രണ്ടും കൽപ്പിച്ച് പോട്ടെ എന്നുള്ള വിധത്തിൽ അതിൻ്റെ നടുക്കത്തെ ലെയറിൽ വെച്ച് കറക്കി അത് എടുത്ത് പിറക്കി മാറ്റി വെച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ മറവി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് കൂടുതലാട്ടോ. എന്നിട്ട് അത് ഞാൻ എന്തായാലും ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. നേരെ ഇങ്ങോട്ട് കിട്ടി. ഇനി അത് തിരിച്ചു വെക്കുമ്പോഴാണ് ഇത് ഭദ്രമായിട്ട് ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കുവാണ് ഈ കോക്കനട്ടല്ല. അപ്പോൾ ഇത് ഞാൻ ചോപ്പ് ചെയ്ത കോക്കനട്ട് ഇങ്ങനെ കരിക്കാട്ടോ, കരിക്കിൻ്റെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. അതെല്ലാം കൂടെ മൊത്തം ഈ 2 ലെയറേ ഉള്ളൂ. പിന്നെ എനിക്ക് ധൈര്യം കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം മോൻ പറഞ്ഞു കരിക്ക് തേങ്ങ ഇട്ടപ്പോൾ ഒരു കരിക്ക് കിട്ടി, അമ്മ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് ഉണ്ടാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാവാം എനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയത്. അത് കട്ട് ചെയ്ത് നേരെ ഇങ്ങനെ പൊളിച്ചെടുക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത് അതുകൊണ്ടാവാം. എന്തായാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്കും ഇതൊരു പ്രചോദനം കേട്ടോ. വല്ലതും മറന്നു പോയെങ്കിലും ഇങ്ങനെ നമ്മുടെ പാലറ്റ് നൈഫ് ഇടയ്ക്കൂടെ കയറ്റിയിട്ട് ഇങ്ങനെ വട്ടം കറക്കി കഴിഞ്ഞാൽ നമുക്കൊരു അനുഭവമാണത്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ട് തിരിച്ച് ഞാൻ അതേപടി തന്നെ എടുത്തു വെക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കിയോ ഭയങ്കര ശ്രദ്ധയോടെ. എന്തായാലും കുഴപ്പമൊന്നും സംഭവിച്ചില്ല. നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കോൺഫിഡൻറ്റ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് തന്നെയായിരുന്നല്ലോ, പോയെങ്കിൽ അങ്ങ് പോട്ടെ എന്നുള്ള കൺസെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്തായാലും രക്ഷപ്പെട്ടു. എന്നിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് ഐസിങ് ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ നന്നായിട്ട് സ്മൂത്ത് ചെയ്യുന്നു. പിന്നെ ഇത് എൻ്റെ ഒരു സ്മൂത്ത് ചെയ്യുന്ന ഞാൻ കാർഡ് എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അതിലേക്ക് നമ്മൾ ചെയ്തത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതൊഴിച്ച് മൊത്തം ചോക്ലേറ്റ് ഗണാഷാണ് ഒഴിച്ച് നമ്മൾ ചെയ്യുന്നു. പിന്നെ വലിയ ഡെക്കറേഷനും വലിയ കളർഫുൾ ഒന്നും വേണ്ടല്ലോ, ഞങ്ങൾക്ക് തന്നെ കഴിയാം. നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ ടെൻഡർ കോക്കനട്ട്. ഇനി നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ